എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പുതിയ ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വന്നത് എല്ലാ മനുഷ്യരും ഒരു വേരിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. ക്രിസ്ത്യാനികൾ വിദേശികളാണെന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളും വിദേശികളാണെന്ന്. ബൈബിളിലെ തെളിവ് തരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള തെളിവുകൾ തരുവാൻ ആഗ്രഹിക്കുന്നു. BC 2500 ഒരു ജനസമൂഹം ഭാരതത്തിലേക്ക് കടന്നു വന്നു. സിന്ധു നദീ തീരത്ത് താവളമടിച്ചു. പിന്നീട് അത് സിന്ധു നദീതട സംസ്കാരമായിട്ട് അറിയപ്പെട്ടു. ആരാണിവർ? അവരെ നാം ദ്രാവിഡർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ്രവിഡിയൻസ് ഓർ മെഡിറ്ററേനിയൻസ്. BC 1500 റഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗം അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഖജാക്കിസ്ഥാൻ തുടങ്ങിയ മേഖലയിൽ നിന്നും ഒരു ജനസമൂഹം ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർത്തു. അവരെ നമ്മൾ ആര്യൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിനു മുമ്പും ഭാരതത്തിൽ ജനങ്ങളുണ്ടായിരുന്നു. ആര്യൻസ് വന്ന ശേഷമാണ് മനുസ്മൃതി ഉണ്ടായതും ഹിന്ദു എന്ന ആശയം വന്നതുമൊക്കെ. മനുസ്മൃതി എഴുതിയതാര് എന്നുള്ള ഒരു തർക്കവിഷയമാണ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പക്ഷേ ഉത്തരം കിട്ടിയില്ല. പക്ഷേ ഭൂരിപക്ഷവും പറയുന്നത് മനു എന്നയാളാണ് മനുസ്മൃതി എഴുതിയതെന്നും, എന്നാൽ ഈ മനു ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് വിടുന്നു, അത് തർക്കവിഷയമായതുകൊണ്ട് അതിലോട്ട് ഞാൻ കടക്കാൻ ആഗ്രഹിക്കത്തില്ല. കാരണം ഇതല്ല എൻ്റെ വിഷയം. ആര്യൻസ് വന്ന ശേഷം 20 ജാതീയരായ ഒരു കൂട്ടം ആളുകൾ വന്നു. അവരെ നാം എത്നിക് റേഷ്യൽസ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ച ചരിത്രം പരിശോധിച്ചാൽ BC 2500 വന്ന ദ്രവിഡിയൻസും അവർക്ക് 1000 വർഷങ്ങൾക്ക് ശേഷം വന്ന ആര്യൻസും വിദേശികളാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ക്രിസ്ത്യൻ മാത്രം എങ്ങനെ വിദേശികളായി? ഞാനിപ്പോൾ ബൈബിളിൻ്റെയും ഈ ജനസമൂഹത്തിൻ്റെയും ചരിത്രത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഭാഗം വിടാൻ ആഗ്രഹിക്കുന്നു. ഈ ദ്രവിഡിയൻസും ആര്യൻസും ഈ ഭൂലോകത്തിൽ കാണുന്ന എല്ലാ മനുഷ്യവർഗവും ഷേം, ഹാം, യാഫേത്ത് ആ 3 സഹോദരന്മാരുടെ സന്തതികളാണ് ബൈബിൾ പറയുന്നു. അങ്ങനെ നോക്കിയാൽ നാം എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ്. നീ കറുത്തവനാണ്, നീ ഹിന്ദുവാണ്, നീ മുസ്ലിമാണ്, നീ ഫാർസിയാണ്, നീ ഏത് രാജ്യക്കാരനാണ്, ഒരു വിഷയവുമില്ല. നീ ഏത് ഭാഷ സംസാരിക്കുന്നു, ഇതൊന്നും ഒരു വിഷയമല്ല. വി ആർ ഓൾ ചിൽഡ്രൻ ഓഫ് ഷേം, ഹാം ആൻഡ് യാഫേത്ത്. ദിസ് ഈസ് ദ ട്രൂത്ത്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈസ് മൈ കസിൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഈസ് മൈ കസിൻ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈസ് മൈ കസിൻ. ചൈനീസ് പ്രസിഡന്റ് ജിൻപിങ് ഈസ് മൈ കസിൻ. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരേ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവരാണ്. നമ്മൾ കണ്ടു, എല്ലാ മനുഷ്യവർഗത്തിനും ഒരു ദൈവം, എല്ലാ മനുഷ്യരും ഒരു പേരിൽ നിന്ന് ഉത്ഭവിച്ചവർ. ഇനിയും നമുക്ക് നോക്കാം, അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നു. എല്ലാ മനുഷ്യർക്കും ഒരു ഭാഷയായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ സത്യവേദ പുസ്തകം അടിവരയിട്ട് പറയുന്നു, ഭൂലോകത്തൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. ഇതിനെ പ്രസ്താവിക്കുന്ന ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 11:1. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ പാപകാരണം കൊണ്ട്, മനുഷ്യൻ അഹങ്കാരത്തിൻ്റെ കാരണത്താൽ, മനുഷ്യൻ ദൈവത്തോളം ഉയരണമെന്ന മോഹം കാരണം സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം നിർമ്മിക്കാൻ ആരംഭിച്ചു. ആ സമയം ദൈവം മനുഷ്യരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. വചനം വായിക്കാം. ഉൽപ്പത്തി 11:6-7. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു.
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി അവനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തെ മനുഷ്യൻ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. അവർ ദൈവത്തോളം അല്ലെങ്കിൽ സ്വർഗത്തോളം എത്തി ദൈവതുല്യരാകാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട്. അന്നത്തെ മനുഷ്യനാണെങ്കിലും ഇന്നത്തെ മനുഷ്യനാണെങ്കിലും ദൈവതുല്യരാകാൻ ശ്രമിക്കുക, പേരും പെരുമയും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ പേരുണ്ടായി കഴിയുമ്പോൾ ദൈവത്തെ മറന്ന് സ്വന്തം പേരിന് വ്യാപ്തി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക. ഇവിടെ മനുഷ്യൻ എന്താണ് ചെയ്തതെന്ന് നോക്കാം. വചനം വായിക്കാം. ഉൽപ്പത്തി 11:3-4 വാക്യങ്ങൾ. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവം ആയതുകൊണ്ട് ദൈവത്തിന് മനുഷ്യൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലായി. സന്ദേശം, ഇതിനൊരു സന്ദേശമുണ്ട്, ഒരു ദൂതുണ്ട്. മനുഷ്യൻ എത്ര ശ്രമിച്ചാലും എന്തൊക്കെ പ്ലാൻ ചെയ്താലും ദൈവത്തോളം ഉയരുവാൻ ശ്രമിച്ചാലും അതൊക്കെയും തകർന്ന് തരിപ്പണമാകുകയേ ഉള്ളൂ. ദൈവത്തിന് തുല്യനാകാൻ മനുഷ്യന് സാധ്യമല്ല. ദൈവം അതിന് അനുവദിക്കില്ല. ഇങ്ങനെ മനുഷ്യൻ ചെയ്തപ്പോൾ ദൈവം സ്വയം ഇറങ്ങി വന്നു മനുഷ്യനും പണിയുന്ന ഗോപുരം കാണാൻ. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് നാം 6-ലും 7-ലും വചനങ്ങളിൽ വായിച്ചത്. അതുവരെ മനുഷ്യൻ സംസാരിച്ച ഭാഷ ഒന്നായിരുന്നു, തമ്മിൽ മനസ്സിലാകുന്ന ഭാഷ. ദൈവം വിചാരിച്ചു ഇവരുടെ ഭാഷ കലക്കിക്കളയുകയാണെങ്കിൽ അവരുടെ ഗോപുരം പണി അവിടെ അവസാനിക്കും. അങ്ങനെ ദൈവം അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. അപ്പോൾ എന്തുപറ്റി? അവർ തമ്മിൽ സംസാരിക്കുന്നത് അവർക്ക് തന്നെ മനസ്സിലാകാതെ വന്നു. ഇഷ്ടിക ചോദിക്കുമ്പോൾ കുമ്മായി എടുത്തുകൊണ്ട് വരും, ഇഷ്ടിക ഉണ്ടാക്കാൻ മണ്ണ് ചോദിക്കുമ്പോൾ കച്ചി കൊണ്ടുവരും. ആകെ ഒരു കൺഫ്യൂഷൻ. അവസാനം ഗോപുരത്തിൻ്റെ പണി നിർത്തലാക്കി. ഇങ്ങനെ ഭാഷ കലക്കിക്കളഞ്ഞതിനാൽ അതിന് ബാബേൽ എന്ന് പേരായി. ആ ഗോപുരത്തിന് ബാബേൽ ഗോപുരമെന്ന് പിന്നീട് അറിയപ്പെട്ടു. മനുഷ്യൻ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളായി മാറി. ദൈവം അവരെ ഭൂമിയിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ മനുഷ്യർക്കും ഭാഷ ഒന്നായിരുന്നു. ഭാഷയുടെ കാര്യം പറയുമ്പോൾ നാം ആയിരിക്കുന്ന ഭാരതീയ ഭാഷകളെപ്പറ്റി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത് ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നതിന് കാരണം ഇന്നത്തെ രാഷ്ട്രീയ ഗോളത്തിലും ചാനലുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നിരുന്ന പല പ്രസ്താവനകളും ചർച്ചകളും ഒക്കെ കാണുമ്പോൾ ഭാരതീയ ഭാഷയെപ്പറ്റി അല്പം കാര്യം പറഞ്ഞേ മതിയാകൂ എന്ന് എനിക്ക് തോന്നി. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ്. പുസ്തകത്തിൻ്റെ പേര് ലെറ്റ് ദെയർ ബി ഇന്ത്യ. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ ബാബു കെ വർഗീസ് ആണ്. ഇദ്ദേഹം മാസ്റ്റർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഫോണറ്റിക്സ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, ജേർണലിസം, പബ്ലിക് റിലേഷൻ എന്നീ വിഷയങ്ങളിൽ ഡിഗ്രി ഉള്ളതും ഏതാണ്ട് 27 രാഷ്ട്രങ്ങളിൽ സന്ദർശിച്ച് അവിടുത്തെ ഭാഷകളിലും ഭാരതത്തിലെ 127 ഭാഷകളിലും റിസർച്ച് നടത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് PhD-യും ഈ വിഷയത്തിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമായ ലെറ്റ് ദെയർ ബി ഇന്ത്യ, ഇതിൻ്റെ മലയാളം പതിപ്പ് ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി എന്ന പുസ്തകത്തെ ആധാരമാക്കി കുറച്ച് മുഖ്യമായ കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അത് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. കാരണം അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്പം കൂടുതലുണ്ട്. അത് തുടക്കം മുതൽ പറഞ്ഞെങ്കിലേ എല്ലാം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.